കരയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ചിത്രം കാണിച്ച് അത് ശബരിമലയുടെ ഭാഗമായിട്ടുള്ള പീഡനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നില വരെ എത്തിച്ചേർന്നു. അത് ആദ്യം BJP ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നീട് UDF അത് ഏറ്റുപിടിച്ചു. അതിൻ്റെ വസ്തുത എന്താണ് എന്നെല്ലാവർക്കും പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്നത് മുമ്പ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ലോഗനാണ്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന നില ഉണ്ടായി. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അസാധാരണമായ ആശങ്ക അയ്യപ്പ ഭക്തരിൽ ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്ന് സംസ്ഥാന സർക്കാർ. അടിസ്ഥാന സൗകര്യം ഉള്ള എരുമേലിയിൽ പോലും മറിച്ചുള്ള മുദ്രാവാക്യം ഉയർന്നതാണ് ഇതിന് തെളിവായി ദേവസ്വം മന്ത്രി പറഞ്ഞത്. അതായത് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറച്ചുകൂടി ശക്തമായി ആരോപിക്കുന്നു. കാണിക്ക ഇടരുതെന്ന പ്രചാരണം പോലും ഇപ്പോഴും ഉയർത്തുന്നുവെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തർ കഷ്ടപ്പെട്ടതും വെള്ളം പോലും കിട്ടാതെ വിലപിച്ചതും നേർദൃശ്യമായി മുന്നിലുണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന് ന്യായീകരിക്കുകയാണോ സർക്കാർ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വീഴ്ചയും ന്യായീകരിക്കുന്നു. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു, ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ RV ബാബു, താങ്കൾ ശ്രീ MV ഗോവിന്ദന്റെ പ്രതികരണം ശ്രദ്ധിച്ചുവല്ലോ. ശബരിമലയിൽ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, പക്ഷേ ദൃശ്യങ്ങൾ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് പഴയ കാര്യം തന്നെയാണ്, കാണിക്ക ഇടരുത് എന്ന പ്രചാരണം പോലും ശക്തമായി ഇപ്പോഴും ഉയർത്തുന്നുണ്ട് എന്ന്. അപ്പോൾ വീഴ്ച ഉണ്ടായിട്ടില്ല, പക്ഷേ വീഴ്ച ഉണ്ട് എന്ന് മനഃപൂർവ്വം പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം അതിനേക്കാൾ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം വ്യക്തമാക്കിയത് പറഞ്ഞു പഠിപ്പിച്ച മുദ്രാവാക്യങ്ങളാണ് ഓതിക്കൊടുത്തതെന്നാണ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഈ വിഷയത്തില് ഇപ്പോ നമ്മുടെ നവകേരള സദസ്സ് തടയാൻ വേണ്ടി, അല്ലെങ്കിൽ തടയാന്നല്ല, അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി വന്ന രാഷ്ട്രീയ പ്രവർത്തകര്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും ഇടിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ പാർട്ടിയിലെ നേതാക്കന്മാര് ശബരിമലയില് ഈ നടന്ന അക്രമങ്ങള്, അനീതി, അന്യായം, ഇതെല്ലാം അതൊക്കെ വെറുതെ പ്രചരണമാണ്. ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്മാരൊക്കെ വളരെ സംതൃപ്തരാണ് എന്നൊക്കെയാണ് ശ്രീ K രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മഞ്ജുഷ് കണ്ടു കാണും. വളരെ സംതൃപ്തരാണ് അവര്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ മുഴുവൻ പ്രചരണമായിരുന്നു എന്നാണ് ഈ നടത്തിയ മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ എല്ലാ മാധ്യമങ്ങളും നടത്തിയ റിപ്പോർട്ടിംഗ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ അയ്യപ്പന്മാര്, കൊച്ചു കുട്ടികള്, സ്ത്രീകള്, നിരവധി അയ്യപ്പന്മാര് മാലയൂരി തിരിച്ചുപോയ സംഭവം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒരു കുഞ്ഞ് മാളികപ്പുറം തെക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണ് മരിച്ചത് അവര് ഹൃദയരോഗം മൂലമാണെന്നൊക്കെ പറയുന്നു. അപ്പോ അത്തരത്തിൽ ഉള്ള വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ശബരിമലയിൽ ഇപ്പോഴും നിലവിലുണ്ട്. അത് ആ പ്രശ്നത്തിന് മുഴുവൻ പരിഹാരമായിട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, പമ്പയില് ഒരു വെയിലത്ത് മണിക്കൂറുകളോളം അയ്യപ്പന്മാർക്ക് ക്യൂ നിൽക്കണം. പമ്പയിൽ അവിടെ കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല. കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ലാത്തടത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് 2018 പ്രളയത്തിന് ശേഷം അവിടെ നിന്ന് വിരിപ്പന്തൽ ഇല്ലാതെയായതാ. ആ വിരിപ്പന്തലിന് പകരം അയ്യപ്പന്മാർക്ക് അവിടെ വിരിവെക്കാൻ സൗകര്യമില്ല എന്ന്, സൗകര്യം കിട്ടിയിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ദേവസ്വം ബോർഡിന് അറിയാം. ആ സൗകര്യം ഒരുക്കാൻ ദേവസ്വം ബോർഡ് അറിയാം. ഇവിടെ പമ്പ ടു നിലയ്ക്കൽ, നിലയ്ക്കൽ ടു പമ്പ അയ്യപ്പന്മാരെ കൊണ്ടുപോകുന്നത്, ബസ്സിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ബസ്സിലെ ഡ്രൈവർമാരടക്കമല്ലേ വീഡിയോ ഇട്ടത്. 49 പേര് കയറേണ്ടടുത്ത് 120 പേരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം, അറവുമാടുകളെ കൊണ്ടുപോകുന്ന പോലെ അയ്യപ്പന്മാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം. അപ്പോഴാണ് ഒരു കുഞ്ഞ് അച്ഛനെ കാണാതെ കരയുന്ന സംഭവം ഉണ്ടായത്. ആ സംഭവം സ്വാഭാവികമായിട്ടും ഈ തിരക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല വ്യവസ്ഥ അങ്ങേയറ്റം പാളിപ്പോയതിന്റെ ഒരു ഉദാഹരണമായിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ച് അത് വ്യാജ പ്രചരണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ശബരിമലയിൽ നടന്ന ബാക്കിയുള്ള അവ്യവസ്ഥകൾ
അവിടെ ഓൺലൈൻ ബുക്കിംഗിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ശ്രീ ആർ വി ബാബു, ദേവസ്വം മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഈ എരുമേലിയിലെ കാര്യമാണ്. എരുമേലിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഗതാഗത സംവിധാനങ്ങൾക്ക് കുഴപ്പം ഉണ്ടായ സമയത്തല്ല മറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. പറഞ്ഞു പഠിപ്പിച്ച മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നാണ്. അതായത് ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള, തീർത്ഥാടനത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ മുഴക്കി എന്നാണ്. വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായും നിങ്ങൾക്ക് നേരെയാണല്ലോ. എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞതിൽ കാണിക്ക പോലും വീണ്ടും വരികയാണ്. കാണിക്കയിടരുതെന്ന് പ്രചാരണം നടത്തുകയാണ് എന്ന്, അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇടത് സർക്കാർ എന്ന് വീണ്ടും പ്രചാരണം ഉയർത്തുകയാണ്. അത് വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ്. അല്ല, ഇതൊക്കെ എല്ലാ കാലത്തും ഈ ഇടതുപക്ഷം പറഞ്ഞു വരുന്ന പ്രചരണങ്ങളാണ്. ഹിന്ദു സംഘടനകളെ പൂർണ്ണമായിട്ടും ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കിയ സർക്കാർ സ്വാഭാവികമായിട്ട് ഈ അവിടെ ഇപ്പൊ നമുക്കറിയാം, ഇന്ന് പുറത്തു വന്ന വാർത്ത 24 കോടി രൂപ മറ്റും കുറഞ്ഞിരിക്കുന്നു. നടവരവിൽ കുറവുണ്ടായിരിക്കുന്നു. അപ്പം അരവണ വിൽപ്പനയിൽ വളരെ വലിയ തോതിൽ കുറവുണ്ടായിരിക്കുന്നു. കാണിക്ക വരുമാനത്തിൽ വളരെ വലിയ തോതിൽ കുറവുണ്ടായിരിക്കുന്നു. ഇതൊക്കെ സംഘപരിവാറിന്റെ പ്രചരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും ന്യായീകരിക്കാൻ എളുപ്പമാണ്. സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിയാൽ മതി. അവനവനുണ്ടായ വീഴ്ച എന്താണ്, ഗുരുതരമായ വീഴ്ച എന്താണ് എന്നുള്ളതിനെ മറച്ചു വെക്കാനാണ് സംഘപരിവാറിനെതിരായിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ ഓൺലൈൻ ബുക്കിങ്ങിന്റെ സംഭവം എന്താ പറയാ, ഈ ഓൺലൈൻ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ദേവസ്വം ബോർഡിന്റെ. ആ വെബ്സൈറ്റില് കുട്ടികളുടെ എണ്ണം രേഖപ്പെടുത്താനായിട്ടുള്ള വകുപ്പില്ല. ഇവര് 80,000 പേരെ ഇപ്പോ 80,000 പേരെ സീൽ ചെയ്തിരിക്കുകയാണല്ലോ. ഈ 80,000 പേരിൽ കുട്ടികളും കൂടി അഡീഷണൽ ആയിട്ട് വരും. ഇവര് പറയുന്നതനുസരിച്ച് 20% പേര് വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80,000 പേർക്ക് ഒരു 20% കുട്ടികൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 16,000 പേര് കൂടി അഡീഷണൽ വരും. അപ്പൊ 80,000 പേർക്ക് ബുക്കിംഗ് കൊടുക്കുമ്പോൾ 96,000 പേര് വരുന്നുണ്ട്. ഈ 16,000 കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഇതുപോലും പ്രാഥമികമായി ചെയ്യാത്ത ഒരു ദേവസ്വം ബോർഡാണ് കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ദേവസ്വം ബോർഡാണ് ഈ ബാക്കി ഹിന്ദു സംഘടനകളെ കുറ്റപ്പെടുത്തുന്നത്. ഇവർക്ക് കുട്ടികളുടെ രജിസ്ട്രേഷൻ രേഖപ്പെടുത്താൻ സംവിധാനമില്ലത്. അല്ല, അതിന് പറയുന്ന വിശദീകരണം, ഞാനിന്ന് ആ വിശദീകരണം കേട്ടിരുന്നു. വിശദീകരണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടായി. അത് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓരോ ദിവസവും എന്താണ്ട് 7,000-ഓളം കുട്ടികളുടെ കൂടുതലാണ് വന്നത് പ്രതീക്ഷിച്ചതിനേക്കാളും. അതുകൊണ്ട് അങ്ങനെ ആ വെർച്വൽ ക്യൂ അറേഞ്ച്മെന്റിൽ അസൗകര്യം നേരിട്ടു. ഇത് MLA പറഞ്ഞ കാര്യമാണ്. കോന്നി MLA ജനീഷ് കുമാർ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഒരു വീഴ്ച എന്നല്ല, അങ്ങനെ കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതൽ വന്നതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇതാണ് ന്യായീകരണം. ഓരോന്നിനും അതിൻ്റെതായ ന്യായീകരണമുണ്ട്. മഞ്ജുസേ, ഏത് നിലയ്ക്കായാലും 1000 കുട്ടികളാണ് എന്നുണ്ടെങ്കിലും 1000 കുട്ടികളെ രേഖപ്പെടുത്താൻ ഒരു സംവിധാനം വേണ്ടേ, ഒരു രജിസ്ട്രേഷൻ സംവിധാനം വേണ്ടേ? അത് പമ്പയിൽ രജിസ്റ്റർ ചെയ്യുന്നത്, പമ്പയിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഞാൻ അതും ശ്രദ്ധിച്ചിരുന്നു. അത് സ്പോട്ട് രജിസ്ട്രേഷൻ, സ്പോട്ട് ബുക്കിംഗ്. സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ല, സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇവർക്ക് വ്യക്തമായ കണക്ക് തുടക്കം മുതൽ തന്നെ എത്ര പേര് വരുന്നു എന്നുള്ളതിന്റെ കണക്കപ്പൊ കിട്ടുന്നില്ലല്ലോ. ഇവര് തന്നെ പറയുന്നു കുട്ടികൾക്ക് 18ാം പടി കയറാൻ കൂടുതൽ സമയം വേണം, സ്ത്രീകൾക്ക് കൂടുതൽ സമയം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തെ എത്ര പേര് വരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തത പോലും ദേവസ്വം ബോർഡിനില്ല. ഇത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇനി രണ്ടാമത് പറയട്ടെ, ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ എന്താ നമുക്ക് പറയാനുള്ളത്? ഈ വാഹനങ്ങളുടെ ഇപ്പോഴല്ലേ ഹൈക്കോടതി ഇടപെട്ട്, ഹൈക്കോടതിയുടെ ഇടപെടലുകൾ വരുമ്പോഴല്ലേ കറക്റ്റ് മെഷേഴ്സിലേക്ക് പോകുന്നത്. ശബരിമല തീർത്ഥാടനം എത്ര കാലം മുമ്പേ നമുക്ക് ആഹ്വാനം ചെയ്യാം. അത് ഒരു അവലോകനം ഈ വകുപ്പുകൾ തമ്മിൽ ഞങ്ങള് അവിടെ നടത്തിയാൽ ഇന്നലെ മത്സ്യത്തിലെങ്കിലും അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാനതല നേതാക്കന്മാരും അവിടെ പോയി. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടു, ദേവസ്വം മന്ത്രിയെ കണ്ടു, ഈ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി രാജമാണിക്യത്തെ കണ്ടു, തന്ത്രിയെ കണ്ടു. എല്ലാവരും ഒരേപോലെ ഇവർ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഞങ്ങൾ ശരിയാക്കി വരികയാണെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ശരിയാക്കാൻ ഇത്ര താമസം? എന്തുകൊണ്ടാണ് ശരിയാക്കാൻ ഈ വിഷയം ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ശരിയാക്കുന്നത്? പ്രശ്നം വരാതെ നോക്കലിന്റെ കാര്യം. പക്ഷെ പ്രശ്നം വരുന്നു, നിരവധി അയ്യപ്പന്മാര് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, അതൊക്കെ തെറ്റാണ്, അതൊക്കെ പ്രചരണമാണ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് എന്താ പറയാ? ഞാൻ ഇടപെടുകയാണ്. നേരിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ 2 ദിവസം തിരക്ക് കുറഞ്ഞതോടുകൂടി അതെല്ലാം വെറുതെയായിരുന്നു, പ്രചാരണമാണ് എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഡ്വക്കേറ്റ് ബലദേവ്, എന്താണ് ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. 1.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരുടെ കുറവുണ്ടായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ തന്നെ കണക്ക് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വരുമാനത്തിൽ 20 കോടിയോളം രൂപയുടെ കുറവുണ്ടായതും
ഈ കാരണത്താലാണെന്ന് കരുതപ്പെടുകയാണ്. കാരണം അങ്ങനെ കുറവല്ലാതെ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായതിന് ആനുപാതികമായി നടവരവും കുറഞ്ഞുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. അതിനപ്പുറം ഒന്നും അതിൽ കാണേണ്ടതില്ല എന്ന്. എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുണ്ടായത് അത് വെറും പ്രചാരണമാണ്. അങ്ങനെയൊന്നും തിരക്കുണ്ടായിട്ടില്ല, വെറുതെ കുറേ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വീഴ്ച സംഭവിച്ചു, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റു പറഞ്ഞതാണ്. എന്നിട്ടും മന്ത്രി ന്യായീകരിക്കുന്നു, എം വി ഗോവിന്ദൻ ന്യായീകരിക്കുന്നു. എന്നിട്ട് ഈ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു. അവിടുത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ 79,996 ഇന്നത്തത് 81,868 അത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ്. അതുകൂടാതെ ശ്രീ ആർ വി ഹരി പറഞ്ഞതുപോലെ വരുന്ന അവിടെ കണക്കില്ലാതില്ല. ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ മൊത്തം പമ്പയിൽ വെച്ച് സ്പോട്ട് ബുക്കിംഗ് നടത്തിയാണ് വിടുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ എത്ര അയ്യപ്പ ഭക്തന്മാർ വരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കണക്കുകളുണ്ട്. അത് വെർച്വൽ ക്യൂ ബുക്കിങ്ങും ദിവസേനയുള്ള സ്പോട്ട് ബുക്കിംഗും കൂടെ ആകുമ്പോൾ അതിന്റെ കൃത്യമായ കണക്കുകൾ കിട്ടും. പിന്നെ ഇവിടെ പറഞ്ഞത് ശ്വാസം മുട്ടി മരിച്ചു. ഇതൊരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം അല്ല, വളരെ വിശാലമായ ഒരു കാനനപാതയാണ്. അവിടെ ശരിയാണ്, ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, മണിക്കൂറോളം അവിടെ ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഈ വർഷമല്ലല്ലോ, നമ്മൾ എല്ലാ വർഷവും മണ്ഡലപൂജ സമയത്ത് കാണുന്നതാണ്. എല്ലാ പത്രങ്ങളും എടുത്തു നോക്കിയാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ശബരിമലയിൽ 12 മണിക്കൂർ ക്യൂ, 16 മണിക്കൂർ ക്യൂ, അയ്യപ്പ ഭക്തന്മാർ വലയുന്ന എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ വർഷം പുതിയതായിട്ടുണ്ടായല്ല, ഈ വർഷം അല്പം ക്യൂ കൂടുതലുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്, വികലാംഗരുടെ എണ്ണം വളരെ കൂടുതലുണ്ട്. ഏതാണ്ട് 30% അവിടുത്തെ രജിസ്ട്രേഷൻ കണ്ടിരിക്കുന്നത് കുട്ടികളും വികലാംഗരുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് പടി കടക്കുന്നതിന് വളരെ കൂടുതൽ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കണക്കെന്ന് പറയുന്നത് ഒരു മിനിറ്റിലേക്കാണ്ട് 65-70 പേര് വെച്ചാണ് ഒരു മിനിറ്റിൽ അവിടെ കടന്നു പോകുന്നത്. അത് 75-80 വരെ പോകുമായിരുന്നു. ഇപ്പൊ അത്രയും പേര് പോകുന്നില്ല, 70-ൽ താഴെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് പരമാവധി പോകാവുന്ന 4000 പേരാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ദർശന സമയം എന്ന് പറഞ്ഞാൽ 18.25 മണിക്കൂറാണ്. ഈ 18.25 മണിക്കൂറുണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 75,000 പേര് കൂടുതൽ അവിടെ ഒരു ദിവസം ദർശനം നടത്താൻ പറ്റും. അപ്പൊ അവിടെ ഇടയ്ക്ക് വെച്ച് 11-ാം തീയതി അവിടെ വന്നത് 1,02,000 പേരാണ് 11-ാം തീയതി ശബരിമലയിൽ ദർശനത്തിനായിട്ട് വന്നത്. അപ്പോൾ 10-25,000-ത്തോളം ആള് ഈ 18.25 മണിക്കൂർ കൊണ്ട് കടക്കാൻ വയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10-25,000 ആൾ അടുത്ത ദിവസത്തേക്ക് പോകും. അപ്പൊ ഏതാണ്ട് 12 മണിക്കൂർ എന്നുള്ളത് 18-24 മണിക്കൂറോ ആ ക്യൂ നീണ്ടുപോകും. രാത്രി നമുക്കറിയാം 11:45 രാവിലെ 3 മണിക്കാണ് നട തുടങ്ങുന്നത്. ഈ സമയത്തെല്ലാം അയ്യപ്പ ഭക്തന്മാർ രാവിലെ മുതലുള്ള ക്യൂ അവിടെ നിൽക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഈ വരവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അവിടുത്തെ ഏറ്റവും റെക്കോർഡ് വരവെന്ന് പറയുന്നത് 2018-ലായിരുന്നു, കോവിഡിന് തൊട്ടുമുള്ള വർഷം. 351 കോടി രൂപ, അല്ല 2022-23-22 351 കോടി രൂപയായിരുന്നു. പക്ഷേ നമ്മൾ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അതൊന്നുമല്ല. 2018-ൽ, അതിന് മുമ്പുണ്ടായിരുന്ന 2018-ൽ 260 കോടി രൂപ അവിടെ വരവുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2019-ൽ കോവിഡ് വന്നത്. ഒരു യാഥാർത്ഥ്യം പലരും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. 2019-ൽ കോവിഡ് വന്നപ്പോൾ 2019 ദർശനം നടന്നു. അതിനുശേഷം മാർച്ച് മാസത്തിലാണ് കോവിഡ് വ്യാപിക്കുന്നത്. 2020-ൽ പരിപൂർണമായിട്ട് ദർശനമില്ലായിരുന്നു. 2021-ൽ ഭാഗികമായ ദർശനമില്ലായിരുന്നു. അവിടുത്തെ ഒരു വരവ് ഒരു പ്രത്യേകതയുണ്ട് മഞ്ജുഷേ. കേരളത്തിൽ നമ്മൾ മലയാളികൾ ആരും കൊണ്ടിടുന്ന പണമല്ല അവിടെ നമ്മളിടുന്ന നമുക്കറിയാം. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശ്, കർണാടകത്തിലല്ല, ആന്ധ്രാപ്രദേശത്ത് വരുന്ന ഭക്തർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് അമ്പലങ്ങളിൽ പോകണമെന്ന് മനസ്സിൽ തീരുമാനിക്കുമ്പോൾ അവർ മാസം തോറും അവരുടെ വീട്ടിൽ അവർ കാണിക്ക ശേഖരിക്കും. അത് ഒരു വർഷത്തിലോ, ഇതിപ്പോൾ സംഭവിച്ചത് 2021-ൽ വരാതിരുന്നു, 22 അവസാനം വന്നപ്പോൾ അവിടുത്തെ മണ്ഡലപൂജ തുടങ്ങുന്നവര് 2 വർഷങ്ങൾ ചേർന്നാണ്. ഇപ്പോൾ തന്നെ മണ്ഡലപൂജ തുടങ്ങിയത് 2023 നവംബർ 17 തുടങ്ങി. അതിന്റെ ഫസ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത് ഡിസംബർ 27 അവസാനിക്കും. ഈ ഡിസംബർ 30 വീണ്ടും തുടങ്ങും. അതിനുശേഷം ജനുവരി 14 മുതൽ 20 വരെയാണ് നമ്മുടെ മകരസംക്രാന്തിയായിട്ട് പൂജ. ഇത്രയാണ് അവിടുത്തെ ഈ 2 സീസണിലായിട്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വരവെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വർഷം അവർ ശേഖരിച്ചു വെച്ചിരുന്ന ഒരു പണം കൂടി അധികമായിട്ട് അവർ ആ ഭക്തർക്ക് പരിപൂർണമായിട്ട് ആ ഭക്തർക്ക് ആ പണം കൊണ്ടിടും. പിന്നെ കാണിക്ക എന്ന് പറയുന്ന അവരുടെ വിശ്വാസമാണ്. കാണിക്ക ഇടരുതെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ല, ഈ നടവരവ് കുറയുന്നതിന് വഴിവെക്കുന്ന രീതിയിൽ സംഘപരിവാർ പ്രചാരണം നടക്കുന്നു എന്ന് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ് നേരത്തെ ഇവിടെ സംസാരിച്ചത്. പക്ഷെ താങ്കൾ ഈ പറയുന്ന അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മയാണ് ഈ പ്രശ്നത്തിന് വഴിവെച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്
ഇനി തിരക്കുണ്ടാകുന്ന ദിവസങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയും അതിനെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളുമാണല്ലോ മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണല്ലോ ദേവസ്വം മന്ത്രിക്ക് പൊടുന്നനെ നവകേരള സദസ്സിൽ നിന്ന് ശബരിമലയിലേക്ക് പോകേണ്ടി വന്നതും. അത് എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം ഒരു ഏകോപനമുണ്ട് എന്ന് വരുത്തി തീർത്തതിന് ശേഷം അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പഴകുളം മധു, താങ്കളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും പൊള്ളയാണ് എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. ആദ്യം സംഘപരിവാർ ആയിരുന്നു ഈ പ്രചാരണം ഏറ്റെടുത്തത്, പിന്നെ അത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നാണ് ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത്. താങ്കളുടെ മറുപടി? അല്ല, എം വി ഗോവിന്ദൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലുതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരു പരിഹാസ്യ കഥാപാത്രത്തിൻ്റെ രൂപവും ഭാവവുമാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? കേരളത്തിലെ ജനങ്ങളെല്ലാം പമ്പര വിഡ്ഢികളാണെന്നും ഇവർ കാണിക്കുന്നതെല്ലാം ശരിയാണെന്നാണോ? ഇവർ ഗീബൽസിനെ പോലെ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളെല്ലാം അങ്ങ് വിശ്വസിക്കുമെന്നാണോ? സത്യത്തിൽ ശബരിമല തീർത്ഥാടനം ഇവ തകർത്തു. അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും CPM പാർട്ടിക്കും ഉള്ള ശത്രുത, പക, അത് തീർക്കാൻ ആണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്ര വണ്ണം കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ് അവർ കാണിച്ചത്. ഓരോരോ ചെറിയ കാര്യങ്ങൾ എടുത്താൽ അതിലെല്ലാം ഒരു വീഴ്ചയുണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയ്ക്ക് പോകുന്ന വാഹനങ്ങളുടെ ക്രമീകരണമാണെങ്കിൽ, വഴിനീളെ വാഹനങ്ങൾ തടഞ്ഞിട്ട കാര്യമാണെങ്കിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ, ക്യൂവിൻ്റെ കാര്യമാണെങ്കിൽ, വെർച്വൽ ക്യൂവിൻ്റെ കാര്യമാണെങ്കിൽ, പോലീസുകാരുടെ വിന്യാസമാണെങ്കിൽ, അവിടെ ഭക്തർക്ക് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങളിലും അവതാളമുണ്ടായി. ഇതുപോലെ അവതാളമുണ്ടായ അല്ലെങ്കിൽ താളപ്പിഴ ഉണ്ടായ ഒരു തീർത്ഥാടന കാലം കേരളത്തിലില്ലെന്ന് കേരളത്തിലെ മനുഷ്യ മനസാക്ഷി മുഴുവൻ അംഗീകരിച്ചൊരു സത്യത്തെ അത് സത്യമല്ലതാക്കി തീർക്കാൻ വേണ്ടി ഗീബൽസിന്റെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ വന്നാലും മന്ത്രി രാധാകൃഷ്ണനെ രംഗത്തിറക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ശരിയായി ഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മിനിമം കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് അവർ രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിലല്ല ഈ കാര്യത്തെ കാണുന്നത്. വസ്തുതാപരമായി സ്വാനുഭവത്തിൽ അവർ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ അവർ ഒരിക്കലും ഈ സമീപകാലത്തൊന്നും അവർ മറക്കാൻ പോകുന്നില്ല. കേരളത്തിന് അപമാനമായി, കേരളത്തിൻ്റെ ഗവൺമെന്റിന്, നമ്മുടെ സംവിധാനങ്ങൾക്കാകെ അപമാനമായ വിധത്തിലാണ് ശബരിമല തീർത്ഥാടനത്തെ അലങ്കോലപ്പെടുത്തിയത്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ജനങ്ങളോട് മാപ്പ് പറയണം. എന്നതാണ് പ്രധാനപ്പെട്ട ന്യായീകരണം. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ തിരക്കുണ്ടായിരുന്നു. അതിന് മുൻപുള്ള വർഷങ്ങളിലും ഈ കോവിഡ് കാരണം തീർത്ഥാടനം നടക്കാതെ പോയ വർഷങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ഇതിനേക്കാൾ കൂടുതലോ തിരക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഭക്തരുടെ വരവ്. അപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റിയത്? അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ സംഘം അവിടെ പോയതാണല്ലോ. ഈ തീർത്ഥാടന കാലത്തിന്റെ ആരംഭം മുതൽ അവിടെ താളപ്പിഴകളുണ്ട്. ആ ഡേ 1 മുതൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം വാർത്തകളായി പുറത്തേക്ക് പോവുകയല്ലേ? എങ്ങനെ വരും? അതല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെയും ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെയും എല്ലാം, ഞാൻ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളല്ല പറയുന്നത്, ഇവരുടെ കാഴ്ചപ്പാട് തന്നെ ഈ തീർത്ഥാടനത്തെ തകർക്കുന്ന വിധത്തിലാണ്. അത് കഴിഞ്ഞ 2 വർഷമായി ഗവൺമെന്റ് സമീപനം എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പൊ ഈ തീർത്ഥാടന കാലത്തിന്റെ ആദ്യ ദിവസം മുതൽ ഉണ്ടായ താളപ്പിഴകളും ക്രമക്കേടുകളും അവിടെ സൗകര്യമില്ലായ്മയും എല്ലാം ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിയുകയല്ലേ? അവരിൽ എത്ര ശതമാനം ആൾക്കാർ തിരിച്ചുപോയി? ഗവൺമെന്റ് കണക്കെടുക്കട്ടെ. പന്തളത്ത് വന്ന്, എരുമേലിയിൽ വന്ന്, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വാർത്ത കേട്ട് ഭയചകിതരായി ജനങ്ങൾ എത്ര പേർ തിരിച്ചുപോയി? ആ കണക്കെടുക്ക്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും 12 ദിവസം കഴിയുമ്പോൾ വരുമാനത്തിന്റെ കണക്ക്, തീർത്ഥാടകരുടെ എണ്ണത്തിന്റെ കണക്ക്, ഇതൊക്കെ ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്നതാണ്. അപ്പം അരവണ അത് വിറ്റതിന്റെ കണക്ക് ഇപ്പൊ എത്ര ദിവസമായി? എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം ഇവർ ഈ കണക്ക് പുറത്തുവിടുന്നത്? ഇവർ പരാജയപ്പെട്ടു. തീർത്ഥാടനം സംഘടിപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമേ പുതുതായി വന്നിട്ടുള്ളൂ. ഗവൺമെന്റ് പുതിയ സംവിധാനമല്ല, പഴയ സംവിധാനമാണ്. ഇതിനൊരു ഭരണ സംവിധാനമുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, ഗതാഗത വകുപ്പുണ്ട്. ഇവരെല്ലാമാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. അതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ ചെയ്യുന്നത്. അവരെ കൊണ്ട് ചെയ്യിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല. ഗവൺമെന്റ് പ്രയോറിറ്റിയിൽ ശബരിമല ഉണ്ടായിരുന്നില്ല.
അവരുടെ പ്രയോറിറ്റി അവരുടെ നവകേരള സദസ്സായിരുന്നു. ആർക്കും വേണ്ടാത്ത, ജനങ്ങൾ പുച്ഛിക്കുന്ന, എല്ലാവരെയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും മുഖ്യമന്ത്രിയുടെ ഈ രാജസദസ്സിലേക്ക് ആൾക്കാരെ കെട്ടി എഴുന്നള്ളിക്കാനല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ദേവസ്വം ബോർഡിനോ ഈ ശബരിമല ഗൗരവമായ ഒരു പ്രശ്നമായി അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ അതിനെ ഗൗനിച്ചില്ല, അവർ യാതൊരു മര്യാദയും കാണിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് തീർത്ഥാടകർ കുറഞ്ഞത്, വരവ് കുറഞ്ഞത്, അപ്പവും അരവണയുടെയും വിൽപ്പന കുറഞ്ഞത്. ഇവരിതിനെ അലങ്കോലപ്പെടുത്തി, ഇവരിതിനെ തകർത്തു. ഇവരുടെ ലക്ഷ്യം ശബരിമല തീർത്ഥാടനം ഇല്ലാതാക്കുക എന്നുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഇതിനകത്ത് എം പി ഗോവിന്ദനും പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും പറഞ്ഞ കാര്യം, അല്ലല്ല ഇത് ആവശ്യമില്ലാത്ത പ്രചാരണം നടക്കുന്നുണ്ട്. അതിന് ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്തെ കാര്യങ്ങൾ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഭക്തരെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത് എന്ന്. അതിൽ BJP സംഘപരിവാർ ശക്തികൾക്കൊപ്പം തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനം എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ സംഘപരിവാർ മുൻപും ശബരിമലയെ ഒരു സുവർണാവസരമായി കാണണം എന്ന് ആവശ്യപ്പെട്ടവരാണ് BJP നേതാക്കൾ. അപ്പോൾ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും അതിനൊപ്പം നീങ്ങുകയാണോ എന്നാണ് MP ഗോവിന്ദന്റെ ചോദ്യം. MP ഗോവിന്ദന്റെ ചോദ്യം എത്ര അർത്ഥശൂന്യമായ ചോദ്യമാണ്. അദ്ദേഹം ഒരു അപ്പക്കച്ചവടക്കാരനാണ്. കേരളയിൽ വന്നാൽ അപ്പക്കച്ചവടം നടക്കും എന്നുള്ള വില കുറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ പരിഹാസം വെച്ച് വാങ്ങിയ ആളാണ് അദ്ദേഹം. അതേപോലെ പരിഹാസമായ ഒരു വാദമാണിത്. ഞാൻ മഞ്ജുഷയോട് ചോദിക്കട്ടെ, മഞ്ജുഷേ, പ്രചാരം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും പ്രചാരം അഴിച്ചുവിട്ടോ? ശബരിമലക്കെതിരായി, തീർത്ഥാടനത്തിനെതിരായി, ഈ ഗവൺമെന്റിനെതിരായി ഞങ്ങൾ എന്തെങ്കിലും അഴിച്ചുവിട്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളല്ലേ പറയുന്നത്, അവരവരുടെ ഭാഷയിൽ അവർ വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളായി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളല്ലേ ഈ ലോകത്തിന് മുൻപിൽ കൊണ്ടുവന്നത്? ഞങ്ങളുടെ പ്രചരണം കൊണ്ടാണോ? ഞങ്ങൾ എവരെന്താണ് കരുതി? എവരുടെ എല്ലാ കൊള്ളരുതായ്മകളും കണ്ണും കാതും പൂട്ടി ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നോ? അതെന്ത് മര്യാദകളാണ്? ഞങ്ങളെ കൊണ്ടത് കഴിയില്ല. ശബരിമല തീർത്ഥാടനത്തെ ഇവർ തകർക്കാൻ ശ്രമിച്ചു. CPM-ന്റെ ലക്ഷ്യമാണത്. MV ഗോവിന്ദനോ പിണറായി വിജയനോ അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തിനോ ദൈവവിശ്വാസമില്ല. അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, ക്ഷേത്രങ്ങളെ വിശ്വസിക്കുന്നില്ല. അവർക്ക് പിന്നെ എങ്ങനെയും ആകാം. അവരുടെ പ്രയോറിറ്റി അവർ തീരുമാനിച്ചത് ശബരിമല അല്ല എന്നാണ്. അവരുടെ പത്തനംതിട്ട ജില്ലയാണ് ശബരിമല. എന്തായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വരുമാനത്തിൽ കുറവ് വരരുത് എന്ന കാര്യത്തിൽ ഒരു നിഷ്കർഷം എന്തായാലും ഉണ്ടാവുമല്ലോ ദേവസ്വം ബോർഡിന്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ അയ്യപ്പ ഭക്തരുടെ വരവ് കുറയ്ക്കുന്ന രീതിയിൽ ഈ വെർച്വൽ ക്യൂവിൽ കുറവ് വരുത്താൻ ദേവസ്വം ബോർഡ് താല്പര്യപ്പെടാതിരുന്നതും. ആദ്യം അയ്യപ്പ ഭക്തർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരവ് കുറയും. അത് ദേവസ്വം ബോർഡ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പിന്നെ എന്തിന് ഈ ശബരിമലയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് കുറയ്ക്കാൻ മനഃപൂർവ്വം ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ അട്ടിമറിച്ചത് സ്വയമുള്ള അട്ടിമറിയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളിലേക്ക് വരുന്നത് UDF. അങ്ങനെ സ്വയം തകർക്കുകയില്ലല്ലോ, അവിടെ വരുമാനത്തിന്റെ ഇടിവുണ്ടാവും. അല്ല, താങ്കൾ പറഞ്ഞ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് വരുമാനം കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന ദേവസ്വം ബോർഡെന്ന് താങ്കൾ വിവക്ഷിക്കുന്നത് ആ ദേവസ്വം ബോർഡിലെ സാധുക്കളായിട്ടുള്ള ജീവനക്കാരാണ്. അവരെല്ലാം നയം സ്വീകരിക്കുന്നത്, അവരെല്ലാം നടപടിയെടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഒരു താളപ്പിഴ ഉണ്ടായാൽ ശബരിമലയാണ് കേരളത്തിലെ ദേവസ്വം മന്ത്രിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആകേണ്ടത്. ശബരിമലയാണ്. ആ മനുഷ്യൻ എവിടെ പോയി? അയാളെ എന്തുകൊണ്ട് ജയിലിൽ അടച്ചിട്ടു? ഒരാഴ്ച കാലം എന്തുകൊണ്ട് അയാളെ ഇങ്ങോട്ട് വിട്ടില്ല? എന്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ മന്ത്രി വീണ ജോർജിനെ എന്തുകൊണ്ട് അവിടേക്ക് വിട്ടില്ല? എന്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയില്ല? എന്തുകൊണ്ട് DGP പോയില്ല? എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി പോയില്ല? ഈ പ്രശ്നം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ താളപ്പഴ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ദുരന്തവും ഉണ്ടാകാം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും? അവർ വിവേകപൂർവ്വം ചിന്തിക്കട്ടെ, അവർ നടപടിയെടുക്കട്ടെ. എന്തുകൊണ്ട് എടുത്തില്ല? മുഖ്യമന്ത്രി ജാഥയുമായി പോകട്ടെ, ദേവസ്വം മന്ത്രി ഈ ജാഥയിൽ പോയിട്ട് എന്തുണ്ടാക്കാനാണ്? എന്ത് മെച്ചമുണ്ടാക്കാനാണ്? ആ മനുഷ്യനെ എന്തുകൊണ്ട് ശബരിമലയിലേക്ക് വിട്ടില്ല ഈ ഗവൺമെന്റ്, ഈ മുഖ്യമന്ത്രി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല, ഇത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ്
അവരുടെ ചെയ്തികൾ ബോധപൂർവമാണ്. ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നില്ല. ഈ പകയാണ്. ഒരു സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സംഭവത്തിൽ CPM-ന് പുറകോട്ടടിക്കേണ്ടി വന്നു, പിൻകാഴ്ച വിട്ടേണ്ടി വന്നു, തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ടാണല്ലോ നവോത്ഥാനം കൊണ്ടുവന്നത്. ആ നവോത്ഥാനം പാളിപ്പോയപ്പോഴാണല്ലോ ഇപ്പൊ നവകേരള ജാഥ കൊണ്ടുവരുന്നത്. ഇതെല്ലാം തട്ടിപ്പാണ്. ജനങ്ങളെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും അവരുടെ സാമാന്യമായ ബുദ്ധിയെ പരിഹസിച്ചും നടത്തുന്ന ഈ വാദമുഖങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിലയ്ക്കലിൽ തിരക്കുണ്ടായ സമയത്തും ഈ 3-4 ദിവസമേ ഇത് നീണ്ടു നിന്നുള്ളൂ. UDF ഒരു സംഘത്തെ അങ്ങോട്ട് അയച്ചിരുന്നു. അവർ അവിടെ പോയി കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ കണ്ടതാണ്. അവർ അവിടെ പോയി അയ്യപ്പ ഭക്തരോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ ഏകദേശം തീർന്ന സമയത്താണ് UDF സംഘം അവിടെ പോയത്. അപ്പോൾ കോൺഗ്രസും UDF-ഉം ഇതിന്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു, അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ആവശ്യവുമായി. അവിടെ ഒരു മുതലെടുപ്പിനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? ഇത് ഈ മുതലെടുപ്പ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ്. കോൺഗ്രസ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ചുമതലയാണ് അവിടെ പോകേണ്ടത്. CPM പോകാതിരുന്നത് അവർക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ, അത് BJP പോയി, ഹിന്ദു ഐക്യവേദി പോയി, വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ പോയി, ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങളോടും ആ ക്ഷേത്രത്തോടും താല്പര്യമുള്ളവര് അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഗവൺമെന്റിനോടും ബന്ധപ്പെട്ടവരോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് പോകും. ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയാണ്. ഇവിടെ ശ്രീ ബലദേവ് പറഞ്ഞ ചില 1-2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ശബരിമല 18-ാം പടി വഴി കയറിക്കൊണ്ടിരിക്കുന്ന സംഖ്യ 80 പേരായി, അതിപ്പോ 72 പേരായി എന്നൊക്കെ. മുൻകാലങ്ങളിൽ എത്ര പേര് കയറിയെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പറയുന്നത് 90 പേര് 92 പേരൊക്കെ 18-ാം പടി വഴി കയറിപ്പോയിക്കൊണ്ടിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ അവകാശവാദം. അതിപ്പോ 72 പേരായിട്ട് ചുരുങ്ങിയതാണ്. അത് ചുരുങ്ങാനുള്ള കാരണം എന്താണോ എന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് പോലീസ് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പരിചയസമ്പന്നരായ ക്രൗഡ് മാനേജ് ചെയ്യുന്ന, പറഞ്ഞ പോലെ ക്രൗഡ് കൺട്രോൾ ചെയ്യുന്ന അറിയുന്ന പോലീസുകാരാണ് അവിടെ ഉള്ളത്. ക്രൗഡിനെ മാനേജ് ചെയ്യാൻ അറിയാവുന്ന പോലീസുകാരില്ല. അപ്പൊ പരിചയസമ്പന്നരായ, അനുഭവസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഒരു പ്രശ്നമാണ് ഈ തിരക്ക് ഉണ്ടാവുന്നതിൽ. തിരക്കെല്ലാക്കാരും ഉണ്ടായിരുന്നു. നേരത്തെ ശ്രീ ബൽദേവ് പറഞ്ഞ പോലെ തിരക്കെല്ലാക്കാരുണ്ട്. പക്ഷെ ആ തിരക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന അനുഭവസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡിന്റെ, സർക്കാരിന്റെ, പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ സന്നിധാനത്തുണ്ടാകാറുണ്ട്. ഈ പറയുന്ന നിലയ്ക്കലും പമ്പയിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അവരുടെ അഭാവം ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തേത്. 2, നമ്മൾ എല്ലാവരും തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഒരു ശീതസമരമുണ്ട്. ആ ശീതസമരത്തിന്റെ കാരണം അറിയാലോ, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. കഴിഞ്ഞ വർഷം വരെ ഓൺലൈൻ ബുക്കിങ്ങിന്റെ ചുമതല പോലീസിനായിരുന്നു. അത് കോടതി വഴി ദേവസ്വം ബോർഡ് നേടിയെടുത്തു. ഇപ്പൊ ദേവസ്വം ബോർഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡ് ദേവസ്വം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ വെബ്സൈറ്റ് വഴി പലരുടെയും പരസ്യം പോലീസ് ക്യാൻവാസ് ചെയ്യുകയും കോടിക്കണക്കിന് രൂപ അതുവഴി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ വരുമാനം ദേവസ്വം ബോർഡിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് പോലീസിൽ നിന്നും അത് പിടിച്ചു വാങ്ങിയത് എന്നും അത് പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള ശീതസമരത്തിന് കാരണമായി എന്നുള്ള സംസാരം നിലവിലുണ്ട്. എന്തുമാകട്ടെ, പോലീസും ദേവസ്വം ബോർഡും തമ്മിൽ ശീതസമരമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു വിഷയമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നരായ, അനുഭവസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിക്കുന്നതിൽ പോലീസ് അനാസ്ഥ കാണിച്ചു. വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ പറയുന്ന പമ്പയിലും ഈ നിലയ്ക്കലിലും സന്നിധാനത്തും ഒക്കെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആരോപണം ഇതിനകം തന്നെ ഉണ്ട്. അപ്പോ ഈ കാര്യം ഒരു വിഷയം. 2, തിരക്കുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് അറിയാം. ശ്രീ ബൽദേവ് മനസ്സിലാക്കേണ്ടത്, ആർക്കും വേണ്ടാത്ത ഒരു നിർമ്മിതി 18-ാം പടിയുടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോ തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു റൂഫ് വരാൻ പോകുന്നു. അപ്പൊ ആ തൂണുകൾ ഉൾപ്പെടെ പോലീസുകാർക്ക് നിന്ന് അയ്യപ്പന്മാരെ പിടിച്ച് കയറ്റുന്നതിന് തടസ്സമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ തിരക്കുണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് ഈ ഒരു നിർമ്മിതിയാണ്. എന്തിനു വേണ്ടിയാണ് നിർമ്മിതി? എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ്? അപ്പോ അതും ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3, തിരക്കുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വരട്ടെ, ക്യൂ നിൽക്കട്ടെ. ശരി, ക്യൂ നിൽക്കേണ്ട സാഹചര്യം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഈ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ എന്തുകൊണ്ടാണ് സംവിധാനം ഉണ്ടാക്കുന്നത്?
ഈ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ട സൗകര്യം എന്താണ് ഇല്ലാതിരുന്നത്? ഇത് ഒരുക്കി കൊടുക്കേണ്ട ചുമതല ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നില്ലേ? അവിടെ മഞ്ജുഷ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദേവസ്വം ബോർഡ് സമ്പൂർണമായി ഇപ്പൊ ഈ ഓൺലൈൻ ബുക്കിംഗ് അടക്കം സമ്പൂർണമായി ശബരിമല സന്നിധാനം ദേവസ്വം ബോർഡിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നു. മുഴുവൻ മറ്റാരും ഇവിടെ വേണ്ട. സന്നദ്ധ സംഘടനകളെ മുഴുവൻ ഒഴിവാക്കി അവിടെ കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന, മറ്റ് സർവീസുകളിൽ ഏർപ്പെട്ടിരുന്ന, ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നിസ്വാർത്ഥരായി ഇത്തരം പ്രവർത്തനങ്ങൾ ശബരിമല അയ്യപ്പനോടുള്ള ആ ഒരു ഭക്തിഭാവം കൊണ്ട് മാത്രം ഈ അയ്യപ്പ സേവ എന്നുള്ള നിലയ്ക്ക് സേവനം നടത്തുന്നിരുന്ന സംഘടനകളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിവാക്കി. അന്നദാനം നടത്തിയിരുന്ന സംഘടനകളെ ഒഴിവാക്കി. ഇതെല്ലാം ശബരിമല സന്നിധാനത്ത് സംഭവിച്ചു. അതോടെ എന്ത് സംഭവിച്ചു? ഇത് ഈ പറയുന്ന ഇതിന് പകരം ഒരു സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇവിടെ അവലോകന യോഗത്തിന്റെ കാര്യം പറഞ്ഞു. ഈ അവലോകന യോഗങ്ങൾ നടക്കുന്നു. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും ഇവിടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അവലോകന യോഗത്തിൽ നേരിട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കും. ഞാൻ പറയട്ടെ, ഇത്തവണത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തോ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ അവലോകന യോഗം പ്രഹസനമാണ് മനുഷ്യൻ. ഈ അവലോകന യോഗത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ വകുപ്പുകൾ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ഈ വകുപ്പുകൾക്കൊക്കെ കോടിക്കണക്കിന് വരുമാനമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ സേവനത്തിന് കോടികൾ വാങ്ങും. വിദ്യുച്ഛക്തി വകുപ്പ് ഇരട്ടി ചാർജ് വാങ്ങിക്കൊണ്ടാണ് വൈദ്യുതി വിതരണം അവിടെ നടത്തുന്നത്. ആരോഗ്യ വിഭാഗം കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പേരിൽ ഈ ശബരിമല സേവനത്തിന്റെ പേരിൽ വാങ്ങിക്കൂട്ടുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും KSRTCയുടെ കാര്യം പറയണ്ട, 30-35% അധിക വരുമാനം ആണ് KSRTC കിട്ടുന്ന വരുമാനം. അപ്പൊ ഇതെല്ലാം വകുപ്പുകൾക്ക് പണം കായ്ക്കുന്ന ഒരു മരമാണ് ശബരിമല. അങ്ങനെയാണെങ്കിൽ ശ്രീ RV ബാബു, ദേവസ്വം മന്ത്രി ശബരിമലയിലേക്ക് എത്തിയതോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ തിരക്ക് സ്വാഭാവികമായിട്ട് കുറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തത് കൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് കരുതാനാവില്ല. പക്ഷേ തിരക്ക് കൂടി വരുന്ന ദിവസങ്ങളാണല്ലോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഏകോപനമില്ലായ്മയും ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ശീതസമരവും ഇതോടുകൂടി ദേവസ്വം മന്ത്രിയുടെ വരവോടുകൂടി അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, ശീതസമരം അവസാനിച്ചോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ മഞ്ജുഷേ, ഇന്നലെ മിനിഞ്ഞാന്ന് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം പ്രവൃത്തി ദിവസങ്ങളാണ്. ഈ പ്രവൃത്തി ദിവസങ്ങളിൽ പൊതുവെ അയ്യപ്പന്മാരുടെ വരവ് കുറവാണ്. പ്രത്യേകിച്ച് കേരളീയരാരും ഈ പ്രവൃത്തി ദിവസങ്ങളിൽ ശബരിമലയിൽ പോയിട്ട് വരാറില്ല. അവർ മിക്കവാറും തെരഞ്ഞെടുക്കുന്നത് ശനിയാഴ്ച പോയിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പോയിട്ട് ശനി ഞായറും കൊണ്ട് ദർശനം നടത്തി വരിക എന്നുള്ളതാണ് കേരളീയരുടെ ഒരു സ്വഭാവം. മറ്റു സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടാവില്ല. അപ്പോ തിരക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ്. ഈ കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ തിരക്ക് കണ്ടത്. അപ്പൊ ഈ ഇടദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചാൽ സന്തോഷം. നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനെയൊക്കെ എതിർത്ത് നിങ്ങൾ തോറ്റുപോയി എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ല. പ്രശ്നം എന്താണ്? അയ്യപ്പന്മാർക്ക് സുഖദർശനം നടത്തി പോകാൻ സാധിക്കണം. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം വരുന്ന കിലോമീറ്ററുകൾ താണ്ടി ഈ വ്രതം മുഴുവൻ നോറ്റ് വരുന്ന അയ്യപ്പന്മാർക്ക് സുഖദർശനമാണ് ആത്യന്തിക ലക്ഷ്യമാകേണ്ടത്. ആ സുഖദർശനത്തിന് വഴിയൊരുക്കേണ്ടത് ദേവസ്വം ബോർഡും സർക്കാരുമാണ്. മഞ്ജുഷ, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. സർക്കാർ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ നവകേരള സദസ്സ് തുടങ്ങൽ. ഓക്കെ, അവരുടെ രാഷ്ട്രീയ പ്രചരണമായിട്ടോ മറ്റോ ആയിക്കോട്ടെ. പക്ഷേ നിശ്ചയമായിട്ടും പിണറായി വിജയൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഇത് തുടങ്ങുന്ന സമയത്ത് ദേവസ്വം മന്ത്രി പ്രശ്നം ഉണ്ടാവും കൂടി എന്നുള്ള ആളല്ല. അതിനു മുൻപേ തന്നെ ഈ പ്രശ്നത്തെ മോണിറ്റർ ചെയ്യാൻ ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടാകണമായിരുന്നു. എന്തിനു വേണ്ടി ഉണ്ടാകണമായിരുന്നു അറിയാം? ഈ ശബരിമല ശബരിമല സീസൺ കാലത്ത് ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് പറയാം ഒരു 75 അല്ലെങ്കിൽ 90 ലക്ഷം ആളുകൾ, 1 കോടി എന്ന് കണക്ക് കൂടി. 1 കോടി അയ്യപ്പന്മാര് ശബരിമലയിൽ ആഘോഷിച്ചുകൊണ്ട് വരുന്നു. ഈ 1 കോടി ശബരിമല ഉദ്ഘാടനം നടത്തുന്ന അയ്യപ്പന്മാര് ഈ കേരളത്തിന്റെ മണ്ണിലല്ലേ, കേരളത്തിലല്ലേ അവരുടെ പൈസ ചിലവാക്കുന്നത്? എത്ര കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നത്? നികുതി ഇനത്തിൽ എത്ര കോടി രൂപയാണ്? അവരടിക്കുന്ന പെട്രോൾ, അവര് കുടിക്കുന്ന ചായ, അവര് കുടിക്കുന്ന നാരങ്ങാ സർബത്ത്, അവര് വാങ്ങിക്കൂട്ടുന്ന ഓരോ സാധനങ്ങളും, ഇതിന്റെയൊക്കെ ടാക്സ്, അതിന്റെയൊക്കെ സർക്കുലേഷൻ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബലദേവ്, അപ്പോൾ ഈ ഏകോപനമില്ലായ്മ അവസാനിച്ചു എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ RV ബാബു, ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ബലദേവ്, ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഒരു ശീതസമരം ഉണ്ടായിരുന്നു എന്ന കാര്യം
തർക്കമില്ലാത്തതാണ്. ഇനി അതില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ വിർച്വൽ ക്യൂവിന്റെ കൺട്രോൾ ആർക്ക് വേണം എന്ന കാര്യത്തിലും തർക്കമുണ്ടായിരുന്നു. ഒടുവിൽ അത് ദേവസ്വം ബോർഡ് നേടിയെടുക്കുകയും ചെയ്തു. ഈ പരസ്യ വരുമാനത്തിന്റെ കാര്യം ഒക്കെ ഉണ്ട്, അത്തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കി നിർത്തുവാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു നീക്കം ഇതെല്ലാം പ്രതിഫലിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ വീഴ്ചയിൽ നിന്നെല്ലാം ഇപ്പോൾ വിർച്വൽ ക്യൂവിന്റെ നിയന്ത്രണം ദേവസ്വം ബോർഡിന് തന്നെയാണ്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതോടുകൂടി ഈ ഏകോപന പെട്ടെന്ന് കൊണ്ടുവരികയും ദേവസ്വം മന്ത്രി സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തതോടുകൂടി എല്ലാം ശുഭകരം എന്ന് വിശ്വസിച്ചിരുന്നാൽ ശനിയാഴ്ച മുതൽ വീണ്ടും തിരക്ക് കൂടിയാൽ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അങ്ങനെ ഒരു സന്ദേഹം കൂടിയുണ്ട്. അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. സന്നിധാനത്തിൽ 1000 പോലീസുകാരും നിലയ്ക്കൽ മുതൽ 400 പോലീസുകാരും അവിടെ പല ഷിഫ്റ്റിലായിട്ട് അവിടെ 1600 പേരോട് ജോലി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ദേവസ്വം ബോർഡ് തകർക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ഇടതുപക്ഷങ്ങളും നിൽക്കുന്നില്ല. ഈ ദേവസ്വം ബോർഡ് 1200 ക്ഷേത്രങ്ങൾ, 6120 ഉദ്യോഗസ്ഥര്, നിരവധി പെൻഷൻകാർ. ഈ പലരുടെയും പറച്ചിലെന്താ, ദേവസ്വം ബോർഡിന്റെ വരവ് പിന്നെ ഗവൺമെന്റ് എടുക്കുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് ഗവൺമെന്റ് 1 രൂപ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് 220 കോടി രൂപ 2016 മുതൽ 23 വരെ സംസ്ഥാന ഗവൺമെന്റ് ഈ ബജറ്റുകളിലായിട്ട് 220 കോടി രൂപ ദേവസ്വത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഗ്രാന്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദേവസ്വം കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞു. 2022-23 ശരിയാ 351 കോടി രൂപ റെക്കോർഡ്. അന്ന് അവിടെ വന്നത് 65 ലക്ഷം പേരാണ്. 1 കോടി ഒന്നും വന്നില്ല, 65 ലക്ഷം പേരാണ് ആ മണ്ഡല സീസൺ കാലത്ത് അവിടെ വന്നത്. ഇവിടെ നമുക്ക് 28 ദിവസം കൊണ്ടുള്ള പുറത്ത് വിട്ടേണ്ട 22-23 ലക്ഷത്തോളം ആൾ വന്നാണ് കണക്കും. നമ്മൾ വന്നിരിക്കുന്ന കണക്ക് 134.44 കോടി രൂപ, 20 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രീ ആർ വി പറഞ്ഞ പ്രധാന കാര്യം 18-ാം പടിയിലെ നിർമ്മിതി. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മിതികളിലോ അവിടുത്തെ അനുഷ്ഠാന പ്രവർത്തനങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും ഒരു ഗവൺമെന്റോ ദേവസ്വം ബോർഡ് ഇടപെടാറില്ല. അവിടുത്തെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രി പറയുന്ന അനുസരിച്ചാണ് അവിടുത്തെ പൂജാതി കാര്യങ്ങളും അമ്പലത്തിന്റെ നിർമ്മാണവും പ്രതിഷ്ഠയായാലും മറ്റു കാര്യങ്ങളും എല്ലാം തീരുമാനിക്കും. ഇപ്പൊ തന്നെ അല്പസമയം 1 മണിക്കൂർ കൂട്ടിയത് തന്ത്രി അംഗീകരിച്ചതിന് ശേഷമാണ്. കോടതി ഇടപെട്ട പോലും ആദ്യം തന്ത്രി അതിനെ അനുവദിച്ചില്ല. അപ്പോൾ പരിപൂർണമായിട്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്ത്രിയാണ്, അല്ലാതെ ഇടതുപക്ഷ ഗവൺമെന്റും ദേവസ്വം ബോർഡും അല്ല. അത് ശ്രീ ആർ വി ബാബുവിന് എന്നേക്കാൾ നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPയും കോൺഗ്രസും അപ്പുറത്തും ഇപ്പുറത്തും തോളെ കൈയിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ എങ്ങനെയും ആരോപണം കൊണ്ടുവരാൻ പലപ്പോഴും അവർ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമാണിത്. കാര്യം ആരാണ് ഈ ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്നത്? ശബരിമലയിൽ പോകുന്നവർക്ക് ബൽദേവ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യം അങ്ങനെയാണോ? ബിജെപിയും കോൺഗ്രസും ഒക്കെ ഇതിൽ വൈകിയാണ് ഇറങ്ങിയത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ആദ്യം തന്നെ അത് മാധ്യമങ്ങളാണ് ഇത് കൊണ്ടുവന്നത്, ഇത്രയും തിരക്ക് അവിടെ വന്നിട്ടുള്ള കാര്യം. അത് കൃത്യമായിട്ട് ബൈറ്റുകളിലൂടെ തന്നെ ലോകം അറിയുകയാണ്. അത് കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ വന്ന് സർക്കാരിനെ തന്നെ പറയുകയാണ്. അവർക്ക് എന്താണ്, വെളിയിൽ നിന്ന് വന്ന ആളുകൾക്ക് എന്താണ്, പിണറായി സർക്കാരിനെതിരെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരേത് സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകൾ ഉണ്ടാവും അക്കൂട്ടത്തിൽ. അവർ പറയുകയാണ് ഇത് എന്ത് കാര്യമാണ് ഇവിടെ നടക്കുന്നത്, ഒന്നുമില്ല, ഒരു വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല, എത്ര മണിക്കൂറായി ക്യൂ നിൽക്കുന്നു, ബസ്സിൽ കയറി എത്ര മണിക്കൂറോളം ഇരിക്കുന്നു. ഇതൊക്കെ ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നവരല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ഈ 11, 12, 2 തീയതികളിൽ ശരിയാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം കണക്കനുസരിച്ച് 1,02,000 ആൾ വരെ അവിടെ വന്നു. ഇത്രയും പേർക്ക് അവിടെ കടക്കാൻ പറ്റില്ല. 11, 12 ഈ 2 ദിവസങ്ങളിൽ ശബരിമലയിൽ തിരക്ക് കൂടുതൽ ഉണ്ടാവുകയും ഏതാണ്ട് 24 മണിക്കൂർ കൂടുതൽ ഭക്തർ ക്യൂ നിൽക്കുകയും അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എടുത്തു കാണിച്ചുകൊണ്ട് ഒരു കുട്ടി ശ്വാസം കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണത്. ശബരിമലയിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ശ്വാസം കിട്ടാതെ മരിച്ചു എന്ന് ശുദ്ധമായ വായു കിട്ടുന്ന തുറസായ ഒരു സ്ഥലമാണ് അവിടെ. ആ കുട്ടി ശ്വാസം മുട്ടിയല്ല മരിച്ചത്. അത് എടുത്തു കാണിച്ചുകൊണ്ട് ശ്വാസം കിട്ടാതെ മരിച്ചു എന്നുള്ള ദുഷ്പ്രചരണമാണത്. അപ്പൊ ഇത് ആർക്കാണ് ദോഷം ചെയ്യുന്നത്? ഈ പ്രചരണങ്ങൾ ദോഷം ചെയ്ത് തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഭക്തർ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിലൊക്കെയാണ്. അവർക്ക് ശബരിമലയിലേക്ക് വരാനുള്ള ഒരു തടസ്സമുണ്ടായാൽ അത് സ്വാഭാവികമായിട്ട് ഈ പ്രചരണങ്ങൾ തടസ്സപ്പെടുന്നതിന്റെ വഴി ഉണ്ടാകുന്നത് എന്താ സംഭവിക്കുന്നത്? ശബരിമലയിലേക്കുള്ള ദർശനം നടത്തുന്നതിനുള്ള മറ്റ് ഭക്തരുടെ വരവ് കുറയും. അപ്പൊ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവരാ? ഇടതുപക്ഷമല്ല. ശബരിമലയ്ക്കെതിരെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെ ആർക്കും അയ്യപ്പ ഭക്തന്മാർക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ ശ്വാസം കിട്ടാതെ മരിക്കുന്നു, അവിടെ വെള്ളം കിട്ടുന്നില്ല, ബിസ്ക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്
അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു 2 ദിവസത്തോടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വരുമാനം കുറഞ്ഞതിൽ ഈ പ്രചാരണങ്ങൾക്ക് പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ന് എം വി ഗോവിന്ദൻ അങ്ങനെയും പറഞ്ഞിരുന്നു, ഈ കാണിക്ക ഇടരുതെന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട് എന്ന്. ഉണ്ടോ അങ്ങനെ? അല്ല, ഭക്തജനങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുമാനം കുറയുമല്ലോ. ആനുപാതികമായിട്ടാണോ? അത് ആനുപാതികമായിട്ടാണോ? 20 കോടിയോളം രൂപയുടെ കുറവുണ്ടായി, ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് 1.5 ലക്ഷം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലെ ഞാൻ പറഞ്ഞു 2022-23 വന്ന 351 കോടി രൂപ ഒരിക്കലും അവിടെ ശരിയാണ്, കോവിഡിന് ശേഷം ഉള്ളത് കൊണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ആ കാര്യം പറയുന്നത് എന്തിനാണ്? കാണിക്ക ഇടരുത് എന്നുള്ള പ്രചാരണം നടക്കുന്നു എന്ന്. ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് അതുണ്ടായിരുന്നു, അതിപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് BJPക്ക് തന്നെ തിരിച്ചടിയാവും. കാര്യം ഇടതുപക്ഷത്തിൽ ഞാൻ തിരിച്ചടി കിട്ടിയാണ്. കാര്യം എന്താ? ശബരിമല സ്ത്രീകൾ കയറ്റുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാണിക്ക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഇടാതിരിക്കത്തില്ല, പറയുന്നവരെ അവരെ എതിർക്കത്തേ ഉള്ളൂ. കാണിക്ക അവിടെ വരുന്ന ഒരു വിശ്വാസി, വിശേഷിച്ച് മറ്റു സംസ്ഥാനങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ വിശ്വാസമാണ്. അവരെല്ലാം കൊണ്ടുവന്ന് അവർ കുത്തുകണക്കിനാണ് പണം വാരി അതിനകത്തേക്ക് ഇടുന്നത്. വാരി എറിയുകയാണ് ചെയ്യുന്നത്. 100 കണക്കിന് രൂപയാണ് അവർ ഇടുന്നത്. കണക്കൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഒരു വാരി ഇടുകയാണ്. അപ്പൊ കാണിക്കയിലല്ല പ്രശ്നം. ജനങ്ങളുടെ വരവ് കുറഞ്ഞു. പിന്നെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വന്നിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ഈ വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിയപ്പോൾ പണ്ട് ഇതുപോലെ സ്ത്രീകളും വികലാംഗരും വിശേഷിച്ച് ശ്രീ പഴകുളം മധു, തോളോട് തോൾ ചേർന്നുള്ള ഒരു പ്രചാരണം BJPയും കോൺഗ്രസും, അതാണ് ശ്രീ ബൽദേവിയോട് പറഞ്ഞത്. എന്തൊരു അല്പത്തമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കോൺഗ്രസും BJPയും തമ്മിലല്ല ചങ്ങാത്തം, CPMഉം BJPയും തമ്മിലാണെന്ന് അറിയാത്ത ഒരാൾ പോലും കേരളത്തിലില്ല. അതൊക്കെ പണ്ട് കാലത്തെ പ്രചാരമായിരുന്നു. ഇപ്പം തന്നെ ഇവരുടെ തന്ത്രം കണ്ടില്ലേ മഞ്ജുഷേ? അദ്ദേഹം പറയുകയാണ് 2 ദിവസം കുഴപ്പമുണ്ടായിരുന്നു, 2 ദിവസം കുഴപ്പമുണ്ടായിരുന്നു, അതങ്ങ് പരിഹരിക്കും, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതാണ്. അപ്പം ഇവര് ലോകമെമ്പാടുമുള്ള മനുഷ്യരും മലയാളികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവർക്ക് ഇവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് സമ്മതിക്കുകയാണ്. പക്ഷേ ആ കുഴപ്പം 2 ദിവസത്തേക്ക് ചുരുക്കുക, എന്നിട്ട് ബാക്കിയുള്ള ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു നുണ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ തന്ത്രം, അടവ് നയങ്ങളാണ്. ഇനി ഒരു കുഴപ്പം ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത് K. രാധാകൃഷ്ണൻ മാത്രമേ, MV ഗോവിന്ദന് മാത്രമേ അത് പറയാൻ കഴിയൂ. ലോകത്ത് സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ഒരാൾക്കും ദഹിക്കാൻ കഴിയാത്തൊരു ന്യായമാണ് അവർ രണ്ടുപേരും ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്നത് 2 ദിവസം കുഴപ്പമുണ്ടായിരുന്ന 2 ദിവസമായിട്ട് മിനിമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ലളിതവൽക്കരണമാണ്. ഇത് CPMന്റെ അടവ് നയമാണ്. ഈ അടവ് നയം പറയുന്നത് വെച്ചാൽ എവരാൾ ഉണ്ടാക്കിയ കുഴപ്പം, എവരുടെ പിടിപ്പുകേട് കൊണ്ട്, ക്രമക്കേട് കൊണ്ട്, എവരെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടത് കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു തീർത്ഥാടകനോ മനഃപൂർവ്വം ബോധപൂർവം ശബരിമലയിൽ CPMനോ കേരള ഗവൺമെന്റിനോ പരാജയമുണ്ടായി എന്നൊരു തിരക്കഥ എഴുതി വെച്ച് ആ തിരക്കഥയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രചാരവേലയാണെന്നാണ് MV ഗോവിന്ദനും മറ്റും പറയുന്നത്. അത് എത്ര അർത്ഥശൂന്യമായിട്ടുള്ള, എത്ര ബുദ്ധിശൂന്യമായിട്ടുള്ള, ആരും വാങ്ങാത്ത ഒരു വാദമാണത്. ആരും അത് മാനിക്കുകയില്ല. അപ്പോൾ അടുത്ത അടവാണ് പറയുന്നത് 2 ദിവസം കുഴപ്പമുണ്ടായി. 2 ദിവസമല്ല, ഈ തീർത്ഥാടന കാലം മുഴുവൻ കുഴപ്പമുണ്ടായി. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ തുടക്ക സമയത്ത് പ്രശ്നമില്ലായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് പ്രശ്നം ഉണ്ടായത്. ഒരു കാര്യം ശരിയാണ്, ദേവസ്വം മന്ത്രി ഇപ്പോൾ ആദ്യ ആഴ്ചകളിൽ പ്രശ്നമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഏകോപനത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് കുഴപ്പമില്ലാതെ ഈ മണ്ഡല സീസൺ പോകുമെന്ന് കരുതിയിട്ടുണ്ടാവാം. പിന്നെ നവകേരള സദസ്സിന്റെ തിരക്കിലേക്ക് പോയി, അതിലേക്ക് മന്ത്രിയുടെ ശ്രദ്ധ പൂർണ്ണമായും അതിലേക്കായി. അങ്ങനെ ഏകോപനത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തിരക്ക് വന്നത് ഈ കഴിഞ്ഞ 2 ദിവസമാണ്, 11-12 അദ്ദേഹം പറയുന്ന പോലെ. അത് അടുത്ത 2 ദിവസം കൂടി അത് പ്രതിഫലിക്കുകയും ചെയ്തു. ശനിയാഴ്ച പോയ ആളുകൾക്ക് ബുധനാഴ്ചയെ തിരികെ എത്തുവാൻ പറ്റിയുള്ളൂ നിലയ്ക്കലിലേക്ക്. അല്ല, ആ ഒരു തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ എല്ലാ തവണയും അങ്ങനെയാണ്. ആദ്യത്തെ ഒരു ദിവസം ഒരു പക്ഷേ നിർമ്മാല്യം തൊഴാൻ പോലും അവിടെ ആൾക്കാർ കാണില്ല, അല്ലെങ്കിൽ രാവിലെ തൊഴാൻ പോലും വളരെ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ. പോയിട്ട് വരുന്നവരെ പറയും എത്ര സുഖദർശനമായിരുന്നു, തീരെ തിരക്കുറവായിരുന്നു. പക്ഷെ അവർ ഇങ്ങോട്ട് തിരിച്ചിറങ്ങുമ്പോൾ കുത്തൊഴുക്കായിരിക്കും, ആൾക്കാരുടെ ഈ ഭക്തന്മാരുടെ തീർത്ഥാടകരുടെ വലിയ ഒഴുക്കായിരിക്കും. അതെല്ലാ തവണയുള്ള അതിലാണോ കയറി പിടിക്കുന്നത്? ഇപ്പം എവർ ചെയ്യേണ്ടതാണ്? താങ്കൾ ക്ഷമയോടെ 1 മിനിറ്റ് കേട്ടാൽ മതി. ഈ തീർത്ഥാടനം ഇപ്പോൾ അവസാനിക്കുമല്ലോ. ആ അവസാനിക്കുന്ന ഡേ 1 മുതൽ അടുത്ത 1 വർഷക്കാലം ദീർഘമായി നടത്തുന്ന മുന്നൊരുക്കങ്ങളാണ് ശബരിമല തീർത്ഥാടനത്തെ എല്ലാ കാലത്തും നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുള്ളത്.
അതിനിവിടെയുള്ള മിക്ക ഗവൺമെന്റുകളും നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഉദാഹരണം. അദ്ദേഹം എത്ര തവണയാണ് ഈ വയ്യാത്ത മനുഷ്യൻ, ആരോഗ്യ പ്രശ്നമുള്ള ആള് എത്ര തവണയാണ് മല കയറിയിട്ടുള്ളത്? ഉമ്മൻചാണ്ടി എന്തിനു വേണ്ടിയാണ് കയറുന്നത്? ആ തീർത്ഥാടനം ലക്ഷങ്ങൾ വരുന്നതാണ്. അവിടെ ഒരു അപകടം ഉണ്ടാവരുത്, ഒരു കുറവുണ്ടാവരുത്. അവിടെ പണത്തിന്റെ കുറവുണ്ടാവരുത്, ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നതിൽ കുറവുണ്ടാവരുത്, അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവുണ്ടാകരുത്. ഇതെല്ലാം പരിശോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒന്നിലേറെ തവണ സന്നിധാനത്ത് പോകുമായിരുന്നു. പമ്പയിൽ വരുമായിരുന്നു, എരുമേലിയിൽ വരുമായിരുന്നു, പന്തളത്ത് വരുമായിരുന്നു, തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ. ഇത് നിരന്തരമായ മീറ്റിങ്ങുകൾ, ആലോചനകൾ, കൂടിയാലോചനകൾ, അവലോകനങ്ങൾ, തെറ്റ് തിരുത്തലുകൾ ഇതെല്ലാം ഉണ്ടാകുമായിരുന്നു. ഇതൊന്നും ചെയ്യാത്തൊരു ഗവൺമെന്റിന് കിട്ടിയ ശിക്ഷയാണിത്. അതവർ മനസ്സിലാക്കണം. അല്ലാതെ തീർത്ഥാടനം തുടങ്ങി 1ാമത്തെ ദിവസമോ 5ാമത്തെ ദിവസമോ ഉണ്ടായ കുഴപ്പത്തിന്റെ ഫലമല്ല. ഇവർ വിവേകപൂർവം പ്രവർത്തിച്ചില്ല, അവലോകനം നടത്തിയില്ല, ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിച്ചില്ല, അത് പരിശോധിച്ചിട്ടില്ല, മന്ത്രിമാർ നേരിട്ട് വന്നില്ല, പമ്പയിൽ വിപുലമായ യോഗങ്ങൾ ഇതൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം ഇവരുടെ പിടിപ്പുകേടോടാണ്. ഇവരുടെ മുഴുവൻ ശ്രദ്ധ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പോലീസുകാരും ഇവരുടെ ഇനി എന്നോ നാളെയോ മറ്റന്നാളോ വരാനിരിക്കുന്ന നവകേരള ജാഥയിൽ ഈ മഹാരാജാവിനെ എഴുന്നള്ളിക്കാനുള്ള ഒരുക്കത്തിന് പോയിരിക്കുകയാണ്. ഇവരെ എല്ലാം കൂടെ എന്തിനു വിടുകയാണ്? ഈ സ്കൂൾ മതിലുകൾ പൊളിച്ച് വഴിനീളമുള്ള ജനങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കി എല്ലായിടങ്ങളുടെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സഹകരണ സംഘങ്ങളും പഞ്ചായത്തുകളും ഓരോരോ പദ്ധതിക്കായി മാറ്റിവെച്ച പണം മുഴുവൻ മോഷ്ടിച്ച് കട്ടെടുത്തോണ്ട് പോയി ഈ മന്ത്രിമാരുടെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ നിരത്താനല്ലേ? ഇവിടെ എന്തിനാണ് ഇത്രമാത്രം കോടികൾ പിരിക്കുന്നത്? ഇത്രമാത്രം ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെന്താണ് ഈ നവകേരള സദസ്സിലേക്ക് മുഴുവൻ ശ്രദ്ധയും നീങ്ങിയതുകൊണ്ട് ശബരിമല തീർത്ഥാടനം അനുകൂലമായി എന്നാണല്ലോ കോൺഗ്രസിന്റെ ആരോപണം. ശരി, ശ്രീ ആർ വി ബാബു, ഈ കാണിക്കയിടരുത് എന്നുള്ള പ്രചാരണം അതിപ്പോഴും ഉണ്ടോ ശക്തമായിട്ട്? നിങ്ങൾ അന്ന് ആ ശബരിമല പ്രക്ഷോഭ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നുണ്ടോ? മഞ്ജുഷേ, ഹിന്ദു ഐക്യവേദിയോ ഏതെങ്കിലും സംഘടന, ഹിന്ദു ഐക്യവേദി ഏതായാലും ഈ തരത്തിലുള്ള ആഹ്വാനവും ഭക്തജനങ്ങളുടെ ഇടയിൽ നമ്മൾ നടത്തിയിട്ടില്ല. മറ്റേതെങ്കിലും സംഘടന നടത്തിയിട്ടില്ല, ആ സംഘടന മറുപടി പറയണം. ഏതായാലും ഹിന്ദു ഐക്യവേദിയും സംഘപരിവാറിലെ മറ്റ് സംഘടനകൾ, ഒട്ടനവധി സംഘടനകളുണ്ട്, അവരാരും ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം നൽകിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രശ്നം എന്താണ്? ഹിന്ദു സംഘടനകൾക്ക് ദേവസ്വം ബോർഡുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കുറെ നാളുകളായിട്ടുള്ള ഇഷ്യൂസാണ്. ക്ഷേത്രങ്ങളിൽ കാവി പാടില്ല, ക്ഷേത്രങ്ങളിൽ ഹിന്ദു സംഘടനകൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പോ ശബരിമലയിൽ തന്നെ ഹിന്ദു സംഘടനകൾ, വിശുദ്ധ പരിഷത്തോ അല്ലെങ്കിൽ അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകളെ മാത്രമല്ല, അയ്യപ്പ സേവാ സംഘത്തെ പോലും ഒഴിവാക്കി. സത്യസായി, അമൃതാനന്ദമയി മഠം, ഇതേപോലുള്ള നിരവധി സർവീസ് സംഘടനകൾ, ഈ സംഘടനകളുടെ പ്രവർത്തനം മുഴുവൻ ശബരിമലയിൽ ഒഴിവാക്കി. അന്നദാനം കൊടുക്കുന്ന സംഘടനകളുണ്ടായിരുന്നു. ശബരിമല ദേവസ്വം ബോർഡ് അന്നദാനം കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അന്നദാനം പോലും കൊടുക്കുക, അതേപോലെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളാണ് അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ. അവരെ ഒഴിവാക്കി. അപ്പോ ഇതൊക്കെ ശബരിമല പൂർണ്ണമായും ഒരു രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടി തങ്ങളുടെ കസ്റ്റഡിയിൽ ഒതുക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കാണാതിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ഇന്നലെ പ്രസിഡന്റായ ആളാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുൻപരിചയമില്ല. അദ്ദേഹം ഈ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് നിങ്ങളെ പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു, ഉണ്ടായിരുന്നില്ല. ഈ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് വരുന്ന ഈ ശബരിമലയില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവിടെ വരണമെന്ന് തോന്നിയിട്ട് അത് അദ്ദേഹത്തെ ഒരു പൊളിറ്റിക്കൽ ലാവണമായിട്ടാണ് നമുക്കറിയാം. ഞാൻ ഒരു രാഷ്ട്രീയം ഈ കാര്യത്തിൽ കൂട്ടിക്കലർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല, ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നത്, ശബരിമല നമുക്കറിയാം 100 വർഷത്തിനപ്പുറം എന്നാണ് വൃശ്ചികം വന്നതെന്ന് നമുക്ക് ഇപ്പോഴേ അറിയാലോ. അപ്പോ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താൻ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിനും അതേപോലെ ശബരിമല ഉദ്യോഗസ്ഥന്മാർക്കും സാധിക്കാത്തത്? ഇവിടെ നേരത്തെ ബലദേവ് പറയുണ്ടായി 200 ചില്ലാൻ കോടി രൂപ സർക്കാർ ഗ്രാൻഡ് ആയിട്ട് കൊടുത്തു എന്ന്. എന്റെ തുടക്കത്തിൽ മഞ്ജുഷ ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ചോളൂ, നിങ്ങൾ ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ വേണ്ട. ഈ 2 മാസക്കാലത്തെ സർക്കാരിന്റെ നികുതി വരുമാനം എത്രയാണ്? അതിന് മുൻപുള്ള മാസത്തെ നികുതി വരുമാനം എത്രയാണ്? ഒന്ന് പറയാൻ തയ്യാറുണ്ടോ?
ഞാൻ 2006 ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തില് G. സുധാകരൻ പറഞ്ഞൊരു കാര്യം ബലദേവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ കുറച്ചുകൂടി മര്യാദ കാണിക്കണം, കുറച്ചുകൂടി വിനയാന്വിതരമായിട്ട് അയ്യപ്പന്മാരുടെ പെരുമാറണം. കാരണം ഈ ശബരിമല സീസൺകാലത്ത് സർക്കാരിന് ഈ സർക്കാർ ഖജനാവിലേക്ക് ഒരു 10,000 കോടി രൂപയെങ്കിലും വരുന്നുണ്ട്, കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് G. സുധാകരൻ 2006. അപ്പോ ഈ 10,000 കോടി രൂപ ഒരു സീസണില് സർക്കാരിന് കിട്ടുന്ന ഒരു പല രൂപത്തിൽ കിട്ടുമ്പോഴാണ് 221 കോടി രൂപ ഗ്രാന്റ് കൊടുക്കുന്നു. നാണമില്ലേ ബലദേവ് എന്ന് പറയും, നാണമില്ലേ എന്ന് പറയും. ഇവിടെ നമ്മൾ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി, ടൂറിസം ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ബൽദേവിടെ പറഞ്ഞത് ഒരു പൈസ പോലും സർക്കാർ എടുക്കുന്നില്ല എന്നാണ്. ഈ ദേവസ്വം ബോർഡിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും മറ്റുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നു എന്നുള്ളതാണല്ലോ. എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, എടുക്കുന്നില്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണക്കുണ്ടാവണം. മഞ്ജുഷെ കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെയുള്ള കണക്ക് ഇല്ല. ദേവസ്വം ബോർഡ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ അടി മുതൽ മുടി വരെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗമാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് പരിശോധിക്കുന്നത്. ആ കണക്ക് പരിശോധിക്കുമ്പോൾ അവര് 1, 2, 3, 4 അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ക്രമക്കേടുകൾ എന്തൊക്കെ, ഏതിനൊക്കെ കണക്കില്ല. ഒരു സാധനത്തിന് കണക്കില്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എടുക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ കൃത്യമായ കണക്കുണ്ടാവണം. ആ കണക്കില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉദാഹരണം ഞാൻ പറയാറുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 2013-14 കാലഘട്ടത്തിലെ ആ ഓഡിറ്റ് റിപ്പോർട്ട് വളരെ രസകരമാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് തൃശൂർ സഹകരണ ബാങ്കിൽ 101 കോടി രൂപയുണ്ട്. അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റെസീറ്റ് നോക്കുമ്പോൾ അവിടെ 60 കോടിയുണ്ട്. കണക്കിൽ 101 കോടി രൂപയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുന്നു. അത് അത്തരത്തിൽ 16-17 ഷെഡ്യൂൾഡ് ബാങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പണമുണ്ട്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്നതും കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. ഡെപ്പോസിറ്റ് ഇട്ടതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിന് തന്നെ കണക്കില്ല, അപ്പൊ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ശരി ബൽദേവ്, അതിനുള്ള മറുപടി. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളെ കൂടിയാലോചനകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു, അതുപോലെ തന്നെ സന്നിധാനത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു. ഇങ്ങനെയുള്ള ഗുരുതരമായ കാര്യങ്ങളും പറയുന്നുണ്ട് ശ്രീ RV ബാബു ഇവിടെ. ശ്രീ ബൽദേവ്, മറുപടി. അവിടെ ഈ ആഡിറ്റിനകത്ത് പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ 10 പൈസയും ഒരു ദേവസ്വം ബോർഡിൽ നിന്നും ഗവൺമെന്റ് എടുക്കുന്നില്ല. കാരണം ആ ദേവസ്വം ബോർഡ് തന്നെയാണ് അതിന്റെ പരിപൂർണമായ ഭരണം കൈകാര്യം ചെയ്യുന്നത്. ആ പണം ഉപയോഗിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ അവിടുത്തെ കൊച്ചു കൊച്ചു അമ്പലങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാമായിട്ട് ആ പണം ഉപയോഗിക്കുന്നത്. പിന്നെ അദ്ദേഹം മനസ്സിലാക്കണം ഒരു കാര്യം കൂടെ, അദ്ദേഹം മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് അറിവ്. അതായത് കേന്ദ്രം ചോദ്യം, ട്രഷറിയില് ഞങ്ങൾ ഒരു രൂപ എടുത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കാണിച്ചല്ലോ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചതിന്റെ രേഖകൾ. പണം നിക്ഷേപിച്ചതിന്റെ രേഖകൾ. ഷെഡ്യൂൾഡ് ബാങ്കിൽ മാത്രമല്ല ട്രഷറിയിലും പണം ഇടുന്നുണ്ട്. പണത്തിന്റെ പറഞ്ഞ കോടികളില്ല, പക്ഷേ ട്രഷറിയിൽ പണം ഇട്ടിട്ടുണ്ട്. ട്രഷറിയിൽ ഇടുന്ന അവര് പ്രധാനമായിട്ട് ധനലക്ഷ്മി ബാങ്കിലും മറ്റു ബാങ്കുകളിലും പണം ഇടുന്നുണ്ട്. ഈ പണം അവരുടെ അക്കൗണ്ടിലിട്ട് അവർ തിരിച്ചെടുക്കുകയാണ്. ഒരു കാര്യം ബഹുമാനപ്പെട്ട അറിവുകളാണ്. 2015 കേന്ദ്ര ഗവൺമെന്റ് സ്വദേശി ദർശൻ സ്കീം എന്നും പറഞ്ഞ് 100 കോടി രൂപ ശബരിമലയ്ക്ക് അനുവദിച്ചായിരുന്നു. പക്ഷെ ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത് 20 കോടി രൂപയാണ്. പല പ്രാവശ്യവും ദേവസ്വം ബോർഡ് പല പ്രപ്പോസലും പമ്പ ഉൾപ്പെടെയുള്ള വികസനത്തിന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ഈ 2015 മുതൽ 8 വർഷമായിട്ട് കൊടുത്ത അതിന്റെ കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. വേണമെങ്കിൽ BJP നേതാക്കന്മാരുടെ അന്വേഷിക്കാം. 8 വർഷമായിട്ട് കൊടുത്തത് 20 കോടി രൂപയാണ്. പക്ഷേ സ്വദേശി ദർശൻ സ്കീമിൽ അവർ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തിയത് 100 കോടി രൂപയാണ്. പിന്നെ ഈ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ എന്ത് വേണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം വേണം. കാരണം 1 സെന്റ് ഭൂമി വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റ് ആണത്. അവിടെ പാർക്കിങ്ങിന് സ്ഥലം വേണമെന്ന് പറഞ്ഞ് 300 ഏക്കറിന് വേണമെന്ന് പറഞ്ഞ് പമ്പയിൽ സ്ഥലം കൊടുത്തിട്ടില്ല, നിലയ്ക്കൽ സ്ഥലം കൊടുത്തിട്ടില്ല. ശബരിമലയിൽ നമ്മൾ പോകുന്ന വഴിക്ക് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് റിസർവ് വനമാണ്. ഇതൊന്നും അനുവാദം കൊടുക്കാതെ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ആ പാതയുണ്ടല്ലോ, ആ പാതയ്ക്ക് 1 അടി വീതി കൂട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വേണം. 10 വാഹനം അധികം പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സാങ്ഷൻ കൊടുക്കണം.
കാര്യം അതല്ല റിസർവ് ഫോറസ്റ്റ് ആണ്. ആ റിസർവ് ഫോറസ്റ്റിന്റെ അധികാരം എന്ന് പറഞ്ഞ പരിപൂർണമായിട്ട് ശരി ശരി ശ്രീ ബൽദേവ്, ഹൈന്ദവ സംഘടനകളെ അകറ്റി നിർത്തുന്നുവെന്ന ഹിന്ദു ഐക്യവേദിയുടെ ആ പരാതി ഉണ്ട്. അവിടെ അമ്പലങ്ങളിലെല്ലാം രാഷ്ട്രീയവൽക്കരണം നടത്തുകയും RSSന്റെ കാവ്യവൽക്കരണം നടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഒരു തീരുമാനമെടുത്തു. കോടതിയിൽ പോയിട്ട് വിജയിച്ചില്ല. ഇവര് കോടതിയിൽ പോയി. കാര്യം എന്താ? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ കാവ്യവൽക്കരണം പാടില്ല. കാവ്യവൽക്കരണം പാടില്ല. ഹിന്ദു സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവിടെ കാവ്യവൽക്കരണം പാടില്ല എന്നുള്ള അതിന്റെ മറവിൽ RSSന്റെ പ്രവർത്തനങ്ങൾ അവിടെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് RSSന്റെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ, RSS എന്ന പേരിലല്ലല്ലോ ഹിന്ദു സംഘടന പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം പ്രവർത്തിക്കുന്ന വിശ്വഹിന്ദു പരിഷത്ത്, ശബരിമല ശാസ്താവിനുള്ള അയ്യപ്പ സേവാ സംഘം, ഇതെല്ലാം RSS ഇല്ല. ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം RSSന്റെ വിവിധ രൂപങ്ങളാണ്. ഭഗവാന് 10 അവതാരത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് പറയുന്നത് പോലെ RSS പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശബരിമല പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് RSSന്റെ പേരിലുള്ള ഹൈന്ദവ സംഘടനകൾ ഒന്നും തന്നെ അവിടെ പ്രവർത്തിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചന നടത്തുന്നില്ല എന്നുള്ള ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു കൂടിയാലോചന വേണമെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇല്ല, ഇത് ദേവസ്വം ബോർഡും സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ ഹൈന്ദവ സംഘടനയോ മുസ്ലിം സംഘടനയോ ക്രിസ്ത്യൻ സംഘടനയുടെ ഒന്നും കാര്യത്തിനൊരു കാര്യവുമില്ല. പക്ഷെ ഇവരെ ആരെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊരു മറുമാർഗം കാണണമായിരുന്നു. ഇവരെ അലങ്കോലപ്പെടുത്തി എന്നിട്ട് ആ ഹൈന്ദവ സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നല്ലതായിരുന്നേനെ എന്ന് RSSനെ കൊണ്ട് പറയിക്കാൻ ഇവർ കാരണം ഉണ്ടായിക്കൊടുത്തു. രണ്ടാമത് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിവില്ലെങ്കിൽ സന്നദ്ധ സംഘടനകളെ അവിടെ നിയോഗിക്കണമെന്ന് പറഞ്ഞാൽ RSSന് വീണ്ടും അവിടെ കടന്നു വരാനുള്ള അവസരം ഇവർ തന്നെ ഉണ്ടായിക്കൊടുത്തു. ഇതെല്ലാം ഇവരുടെ കഴിവുകൊണ്ടും പിടിപ്പുകൊണ്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ആകാശത്ത് നോക്കി വെടിപൊട്ടിക്കുകയല്ല വേണ്ടത്. സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുക, സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, എവിടെയാണ് പാളിച്ച പറ്റിയത് അത് പരിഹരിക്കുക. അതിന് മന്ത്രിയെ അങ്ങോട്ട് വിടുക. മന്ത്രി പോകരുത്, പോയാൽ നിന്നെ വെടിവെച്ച് കൊല്ലും, നിന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും എന്നൊരു പാർട്ടി നേതാവ് പറഞ്ഞാൽ ആ തീട്ടൂരെ കേട്ട് നിൽക്കേണ്ട ആളല്ല ദേവസ്വം മന്ത്രി. ദേവസ്വം മന്ത്രിയുടെ സ്വതന്ത്രമായ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ദേവസ്വം മന്ത്രി ആ സ്ഥാനം ത്യജിച്ച് ഇറങ്ങിപ്പോണം. ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തലപ്പത്തിരിക്കുന്നവർ ആ കാര്യം തിരിച്ചറിഞ്ഞ് അവർ ആ സ്ഥാനം ഉപേക്ഷിച്ച് പോകണം. ഇവിടെ എത്രയോ പതിറ്റാണ്ടുകളായി തീർത്ഥാടനത്തിന് ഒരു കുറവുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഭംഗിയായി കൊണ്ടുപോകുന്നു. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി ശ്രീ പഴകുളം മധു, ശ്രീ RV ബാബു, ശ്രീ ബൽദേവ്, സച്ചിദാനന്ദൻ പയൻ ഡിബേറ്റിൽ പങ്കെടുത്തത്. ഇന്നത്തെ പയൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ശബരിമലയിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ? സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് 88%, ഇല്ല എന്ന് 10%, നിഷ്പക്ഷം 2%. പയൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.